ഇന്നിപ്പോൾ ഏപ്രിൽ 8 എല്ലാത്തിനും ഫ്രീ ഷിപ്പിംഗ് ആണ്. നിങ്ങൾ വേഗം തന്നെ പർച്ചേസ് ചെയ്തു. ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇന്നത്തെ പ്രോഡക്റ്റ്സ് എല്ലാം പോകുന്നത്. ഇത് നമ്മുടെ കോട്ടൺ അജ്രക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ വന്നേക്കുന്നത്. ടോപ്പും ബോട്ടവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ടോപ്പ് ചെയ്യാവുന്ന രീതിയിലാണ്. പ്യുവർ കോട്ടൺ ആണ് വന്നേക്കുന്നത്. 1350 ആണ് റേറ്റ്. ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനിലാണ് ഡിഫറെൻറ്റ് ഡിസൈൻസിൽ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് പീസസ് റാൻഡം പിക്ക് ചെയ്തിട്ട് ഫോട്ടോസ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ബാക്കി നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്തൊക്കെ നിങ്ങൾ നോക്കിയിട്ടെടുക്കുക. ഭയങ്കര അടിപൊളി സെറ്റാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഐറ്റമാണ്. ഇതാ ഫസ്റ്റ് വൺ ഇതുപോലെ ഈ ഒരു പ്രിൻ്റാണ്. 1350 റേഞ്ച്. വിത്തൗട്ട് ലൈനിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ടോപ്പ് ചെയ്തിടാം. ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാം, വിത്ത് ലെഗിൻസിൻ്റെ കൂടെ ഇടാം. സ്ലിറ്റ് ചെയ്തിട്ട് സിമ്പിളായിട്ട് തയ്ച്ചാൽ സ്ലീവ്ലെസ് ഒക്കെ ഇടുന്നവർക്ക് ഭയങ്കര അടിപൊളി. ഈ ഒരു ഫാബ്രിക് ഈ ഒരു ക്ലൈമറ്റിന് ബെസ്റ്റാണ്. ലൈനിങ് ഇല്ലാതെ തയ്ച്ചാലും മതി കേട്ടോ. അത്യാവശ്യം തിക്നെസ് ഉണ്ട്. ദുപ്പട്ടയാണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ദുപ്പട്ട. സിമ്പിൾ എലഗൻ്റ് ആയിട്ടുള്ള പാറ്റേൺ. ഇത് നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാം. എന്ത് ഭംഗിയായിരിക്കും ഈ ഒരു ഫാബ്രിക്. അറിയാമല്ലോ, എത്നിക് കളക്ഷനിൽ വരുന്നൊരു സെറ്റാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്. ഇങ്ങനെ വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഇതിൻ്റെ തന്നെ ബ്ലാക്കാണ് വന്നേക്കുന്നത്. നല്ല പ്രിൻറ്റുകളെല്ലാം കുറച്ച് ഞാൻ റാൻഡം പിക്ക് ചെയ്തിട്ട് ഓരോന്ന് കാണിക്കാം കേട്ടോ. ദുപ്പട്ട വന്നേക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക്. ഇതുപോലെ മെറൂണും ബ്ലാക്കും കൂടെയുള്ള കോമ്പിനേഷൻ. ഇതൊക്കെ ടോപ്പ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കട്ടെ. ഇതിനകത്തൊരു ചെറിയ ഈ ബ്ലാക്കിൻ്റെ ഇപ്പം ഇത് ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ചെറിയൊരു യോക്ക് കൊടുത്താൽ നല്ല മാച്ചായിട്ടിരിക്കും. യോക്കും കൊടുത്ത് സ്ലീവ്സിന് എൻഡിലും വെക്കാം. ഇത് നിങ്ങൾ ടോപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ പാച്ചോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ലൈൻ പൈപ്പിങ്ങോ ഒക്കെ കൊടുത്ത് സിംപ്ലി ചെയ്യുക. അല്ലെങ്കിൽ ഇത് സിമ്പിളായിട്ട് വേറെ പാറ്റേൺസ് ഒന്നും ചെയ്യാതെ ഒരു കോളനൊക്കെ റോൾ കോളറോ അല്ലെങ്കിൽ കോളർ വിത്ത് വീനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാം. സിംപ്ലി ഒരു ലെഗിൻസിൻ്റെ കൂടെ കാഷ്വലായിട്ട് വെയർ ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിൽ ഇത് ചെയ്യാം. ഒരു ഫ്രോക്ക് പോലെ വേണമെങ്കിൽ തയ്ക്കാം. സിമ്പിളായിട്ട് ഒരു ലൈൻ ഫ്രോക്ക് തയ്ച്ചാലും ചെറിയ സ്ലീവൊക്കെ വെച്ച് ബോട്ടനൊക്കെ വെച്ച് തയ്ച്ച് നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് പോകാൻ പറ്റുന്ന എന്ത് പാറ്റേൺ വേണമെങ്കിലും തയ്ച്ചിടാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഇപ്പോൾ വീട്ടിലിടാനൊക്കെ ഡ്രസ്സസൊക്കെ നിങ്ങൾക്ക് നൈറ്റ് വെയർ ഒക്കെ ആയിട്ട് ശരിക്കും ഇത് നല്ലതാട്ടോ. ചെറിയൊരു നല്ല ഓപ്പൺ നെക്കും സ്ലീവ്ലെസ്സൊക്കെ ആയിട്ട് തയ്ച്ചു വെച്ചാൽ നല്ല. ഞാൻ നോർമലി ഇങ്ങനത്തെ സെറ്റ്സ് വരുമ്പം ടോപ്സ് വീട്ടിലിടാനൊക്കെ എടുത്ത് തയ്ക്കാറുണ്ട്. ഇങ്ങനത്തെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, വാഷ് ചെയ്യാം. ലൈനിങ് ഇടണ്ട, ട്രാൻസ്പെറൻ്റ് അല്ല. ഇതുപോലെ സ്കേർട്ടും ചെറിയ സ്കേർട്ടും ഒക്കെ തയ്ക്കാൻ നല്ലതാണ്. മൾട്ടിപ്പിൾ യൂസാണ് ആക്ച്വലി ഈ ഒരു ഫാബ്രിക്. നെക്സ്റ്റ് പ്രിൻ്റ് കുഞ്ഞ് പ്രിൻ്റാണ്. 1350 റേഞ്ച്. ദുപ്പട്ട ഇതുപോലെ നല്ല ഭംഗിയുള്ള ദുപ്പട്ട. ബോട്ടം വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ. ടോപ്പ് ചെയ്യാം കേട്ടോ. രണ്ടും ടോപ്പ് ചെയ്യുന്നതാണ് നല്ല. കാരണം ഇതിനൊക്കെ നമുക്ക് കോമൺ ബോട്ടം യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ബ്ലാക്ക് ബോട്ടം പെയർ ചെയ്താൽ നന്നായിട്ട് മാച്ച് ആവുന്ന സെറ്റ്സാണ് കേട്ടോ. ദുപ്പട്ട ഇതുപോലെ ബ്യൂട്ടിഫുൾ പ്രിൻറ്റുകളാണ്. ഏത് പ്രിൻറ്റ് കിട്ടിയാലും നിങ്ങൾ പർച്ചേസ് ചെയ്ത് നല്ല ഐറ്റമാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു പ്രിൻറ്റാണ്. ചെറിയ പ്രിൻറ്റ് വേരിയേഷനേ ഉള്ളൂ. വലുതിൻ്റെ ഒരു 1-2 പാറ്റേണും കൂടി ഞാൻ കാണിക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി എല്ലാം ഫോട്ടോസ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. നല്ല ഐറ്റമാണ്. ഇതുപോലെ നെക്സ്റ്റ് വൺ ഈ ഒരു പ്രിൻറ്റ്. നല്ല ഭംഗിയാട്ടോ ഈ പ്രിൻറ്റ് കാണാൻ. അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വെക്കുമ്പോൾ നല്ല ലെങ്ത്തിലാണ് വന്നേക്കുന്നത്. ദുപ്പട്ട ബ്ലാക്ക് കളറാണ്. ഇതുപോലെ ബ്യൂട്ടിഫുൾ പ്രിൻറ്റഡ് ദുപ്പട്ട ആൻഡ് ബോട്ടം ഫാബ്രിക് വന്നേക്കുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് വൺ ഇതിൻ്റെ തന്നെ ബ്ലാക്ക്. എല്ലാത്തിൻ്റെയും ബ്ലാക്കും മെറൂണും അങ്ങനെയാണ് വന്നേക്കുന്നത് കേട്ടോ. നല്ല സെറ്റ്സാണ്. ഇതുപോലെ ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. നല്ല സൂപ്പർ കളക്ഷൻസാണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ.